Hello, this is Jashan George and welcome to the first episode of Arabian Home Diaries. Today, we are at Jamal Baitun's residence. He's a well-known business tycoon in the hospitality industry. Now, നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? വരൂ. Hi. Thank you so much. You're welcome. You're welcome. അപ്പൊ തുടങ്ങാം. സുഖാണോ? Fine. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് അസ് ഈ ഒരു ഹോം ടൂറിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ആദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഈ വീട് എന്നുള്ളൊരു സങ്കല്പം, ഈ ഒരു വീട് വെച്ചിട്ട് ഇപ്പൊ എത്ര നാളായി? ഇത് എത്ര ആയിട്ടില്ല, ഒരു വർഷമായിട്ടില്ല, ഒരു 6-8 മാസമായി. അതെയോ? അപ്പൊ ഇതിനു മുന്നേ ഇതിനു മുന്നേ ജെർഫിലായിരുന്നു, ഇതിനേക്കാൾ കുറച്ച് ചെറിയൊരു വീടായിരുന്നു. ഇത് അത്ര വലിയ വീടൊന്നുമല്ല, അതല്ല പറയുന്നത്. വീടിന്ന് കേൾക്കുമ്പോൾ സാറിന്റെ ആ ഒരു സങ്കല്പത്തിലൊരു സ്വപ്നം എന്തായിരുന്നു? അല്ല, വീട് എന്റെ മാത്രമല്ല, എല്ലാവരും ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാക്കുക എന്നുള്ളത്. അത് നല്ല വീടാകുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം തന്നെ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെയ്യാൻ ജീവിക്കുന്ന കാലത്ത് അത്ര തന്നെ. അപ്പോൾ ഈ വീട് മേടിക്കാൻ വരുമ്പോ ഉള്ളൊരു ആ ഒരു എന്തായിരുന്നു ആ ഒരു ടെൻഷനും ആ ഒരു ആഗ്രഹങ്ങളും ഒക്കെ? അതും ഇന്നിപ്പോ വീട് മേടിക്കാനുള്ള ഒരു അവസ്ഥയായല്ലോ, പക്ഷെ ദിസ് വുഡ് ഹാവ് ബീൻ ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ഫോർ യു. അപ്പം ഇതിന്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എവിടെ നിന്ന് തുടങ്ങി? ഒരുപാട് വർഷം ചിന്തിച്ച് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല. ഇത് പെട്ടെന്ന് തോന്നി അങ്ങനെ ചെയ്തൊന്നുമില്ല. മുമ്പേന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മുമ്പൊക്കെ നമ്മളൊരു മലയാളികൾക്ക് ഇല്ലെങ്കിൽ പിന്നെ പ്രവാസികളായ ഞങ്ങൾക്കൊക്കെ ഇവിടെ UAE-യിലോ മറ്റ് GCC കൺട്രീസിലൊന്നും ഒരു സ്വന്തമായൊരു വീടെടുക്കാന്ന് പറയുന്നത് പോസിബിൾ ആയിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഇവിടെ ഫ്രീ ഹോൾഡ് ഓപ്ഷനൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു 10-15 കൊല്ലമായി, 10-15 വർഷമായി ഇവിടെ ഫ്രീ ഹോൾഡൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് മലയാളികളൊക്കെ അങ്ങനെ വ്യാപകമായിട്ട് സ്വന്തമായിട്ട് വീട് വാങ്ങാൻ തുടങ്ങിയിട്ടുള്ളൂ. അതിന് മുന്നേ ലീസ് ഹോൾഡ് കൂടിയായിരുന്നു, 99 വർഷത്തേക്ക് എന്നുള്ളൊരു ഓപ്ഷൻ അന്നുണ്ടായിരുന്നു. ഇപ്പം ഫ്രീ ഹോൾഡ് 100% നമ്മുടെ പേരിൽ തന്നെ അങ്ങനെ 99 ഇല്ല, അത് 100% നമ്മുടെ പേരിൽ നമ്മുടെ നാട്ടിലൊക്കെ വാങ്ങുന്നത് പോലെ തന്നെ നമ്മുടെ ഇവിടെ വാങ്ങാമെന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടിയതുകൊണ്ട് ജനങ്ങൾ വാങ്ങാനും തുടങ്ങി, ലാൻഡൊക്കെ വാങ്ങി വീടൊക്കെ വെക്കാൻ തുടങ്ങി, എല്ലാവരും ഇവിടെ താമസിക്കാന്നുള്ള ഇപ്പോൾ വലിയൊരവസ്ഥ കുറച്ച് ഇതാണ്. എന്നാലും ഇതിനു മുന്നേ ഉണ്ടായ അവസ്ഥയിലൊക്കെ ജനങ്ങൾ അങ്ങനെ ചെയ്യാന്നൊക്കെ ആയി, അങ്ങനെ എല്ലാവരും ചെയ്യാൻ തുടങ്ങി. നമ്മളും നമ്മുടെ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ കാണുന്ന ആൾക്കാർക്ക് ഒരു വീട് വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താണ് അവർ ഫസ്റ്റ് ഇനീഷ്യലി ചെയ്യേണ്ട ഒരു സ്റ്റഡി? അല്ല, വീട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ബഡ്ജറ്റാണ് പ്രധാനം. മറ്റ് വീട് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. പിന്നെ ഓഫ് പ്ലാന്റ് ആയാലും ഓൺ പ്ലാന്റ് ആയാലും സെക്കൻഡ് ഹാൻഡ് സെയിലായാലും ഒക്കെ അവൈലബിൾ. ഞാൻ റിയൽ എസ്റ്റേറ്റിലൂടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ അധികാരിയായിട്ട് പറയുന്നത്. അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ ബഡ്ജറ്റാണ് പ്രധാനം, നമ്മൾ ഏത് ബഡ്ജറ്റിലെടുക്കുന്നത്. പക്ഷേ എന്തായാലും നമ്മുടെ നാട്ടിനേക്കാൾ കുറച്ചുകൂടെ ലാഭമാണ് ഇവിടെ വീട് വാങ്ങാൻ. പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ആണ് നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടുതലാണ്. ടൈമിന് കൺസ്ട്രക്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ചാൽ തന്നെ അതിൻ്റെ ടൈം പീരീഡ് 3-4-5 കൊല്ലമൊക്കെ ഓരോ വീട് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു പകുതിയാവും. ഇവിടുന്ന് ഫോം വിളിച്ചിട്ട് തന്നെ അതിൻ്റെ പകുതി പൈസ പോകും. അപ്പോൾ ഇവിടെ ആ ഒരു ഇതൊന്നുമില്ല. ഒരു കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 1 ഇയറിനുള്ളിൽ നമുക്ക് ഫുള്ള് കൺസ്ട്രക്ഷൻ, 1 ഇയറിന് വേണമെന്നില്ല, ഒരു 10 മാസത്തിനുള്ളിൽ കൺസ്ട്രക്ഷൻ ചെയ്തു തരും. പിന്നെ അവൈലബിലിറ്റി സാധനങ്ങളുടെയൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലുള്ള, നമ്മൾ ചിത്രത്തിലൊക്കെ കാണുന്നത് പോലുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾക്കൊരു പരിധി വരെ അവൈലബിൾ ആണ്, കിട്ടും. അങ്ങനെയൊക്കെയുള്ള കുറച്ചുകൂടെ ക്വാളിറ്റിയിലെ സാധനങ്ങളും നല്ല കാണാൻ ഇതിലുള്ള ലുക്കിലെ സാധനങ്ങളും കാര്യങ്ങളും ഇൻറ്റീരിയറായാലും മറ്റൊക്കെ ഇവിടെ നാട്ടിലുണ്ട്. പക്ഷെ അത് അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ഇടയാണ് കുറച്ചുകൂടെ. ഇപ്പം അങ്ങനെ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വീഡിയോ മേടിക്കാൻ പറ്റുന്നില്ലാത്തൊരാളാണ് നമ്മളെ കാണുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സജഷൻ എന്തായിരിക്കും? ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള വീട് തന്നെ എടുക്കണമെന്നില്ല, ഫ്ലാറ്റ് ഓൺ ചെയ്യാം. ചെറുത് നോക്കുന്നുണ്ട്, 2 ബെഡ്റൂം 1 ബെഡ്റൂം ഒക്കെ ചെറിയ ബഡ്ജറ്റിൽ കിട്ടും. എസ്പെഷ്യലി ഇപ്പം ഒന്നുകൂടെ റിയൽ എസ്റ്റേറ്റ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഒരു ദുബൈയിലൊക്കെ കുറച്ച് കൂടി. പക്ഷേ അജ്മാലിൽ ഷാർജയിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 1 ബെഡ്റൂം ഫ്ലാറ്റൊക്കെ
300-350 കിട്ടും, ഇപ്പം കിട്ടും. നേരത്തെ കുറച്ച് കൂടുതലായിരുന്നു, ഇപ്പം 350-400 കിട്ടും. ഇനി സ്വന്തമായിട്ട് ലാൻഡ് വാങ്ങിയിട്ട് നല്ല കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഫൈൻ. ഒരു 500-നൊക്കെ നല്ല ലാൻഡ് കിട്ടും. വില്ല തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പതിയെ കൺസ്ട്രക്ഷൻ ചെയ്ത് വന്നാൽ മതി. ഇപ്പൊ ഈ അജ്മാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലാൻഡ് മേടിച്ച് നമ്മൾ കംപ്ലീറ്റ് ഒരു വീട് പണിയാണ് എന്നുണ്ടെങ്കിൽ ഒരു എത്ര ബഡ്ജറ്റ് വേണ്ടി വരും? അത് അവരുടെ വീടിന്റെ അനുസരിച്ച് ബേസിക് ഒരു ബേസിക് 2 മില്യന്റെ താഴെ മതിയാവും. 2 മില്യന്റെ താഴെ മതി എന്ന് പറയുമ്പോൾ അത് വലിയ എമൗണ്ട് തന്നെ കേൾക്കുമ്പോൾ. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ ഒരു 1.5, 1.3 ഒക്കെ ചെറിയ വീട് കിട്ടും. വീട് കിട്ടുന്നത് മാത്രമല്ല, നമ്മൾക്ക് ഇവിടെ മോർഗേജ് നല്ല സപ്പോർട്ടാണ്. ഈ പ്രോപ്പർട്ടി വാങ്ങുന്നതിൽ നല്ല സപ്പോർട്ടീവാണ് മോർഗേജ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ ഒരു സാലറി പേഴ്സൺ ആണെങ്കിൽ ഒരു 12,000 അബോവ് സാലറി ഉണ്ടെങ്കിൽ അവർക്കൊരു 65% വരെ പിന്നെ മോർഗേജ് കിട്ടും. അതും ലോങ് ടൈം. അവരൊരു 50 വയസ്സാണെങ്കിൽ ഒരു 20 കൊല്ലം മോർഗേജ് കിട്ടും. ഒരു 40 വയസ്സാണെങ്കിൽ 25 കൊല്ലം കിട്ടും. അപ്പോൾ അത് അവരെ വയസ്സിനനുസരിച്ച് കൂടുതൽ കിട്ടും. മോർഗേജിൻ്റെ പിന്നെ ഇൻട്രസ്റ്റ് റേറ്റും വളരെ ചെറുതാണ്. നമ്മുടെ നാട്ടിൻ്റെ അത്രയൊന്നും ഇല്ല. 4%, 3.9 അങ്ങനെ. അത് ഡിപ്പെൻസ്. ചെറിയ അങ്ങനെ അല്ല 3%-ൻ്റെയും 4%-എല്ലാം അടക്കമില്ലോ മോർഗേജ് റേറ്റ്. അതുകൂടാതെ നമ്മളിത് ഒരു അസറ്റാണ്. അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഒരു അസറ്റായിട്ടുണ്ടാവും. നമ്മൾക്ക് ഒരു എക്സിറ്റ് പ്ലാൻ ഫുഡല്ല എന്തായാലും സൈലോട്ട് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഒരു ചെറിയ അപ്പ് ആൻഡ് ഡൗൺ വരുന്നതല്ലാതെ ഒരുപാട് നഷ്ടമൊന്നും വരത്തില്ല. എന്തായാലും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഓക്കെ ആണെങ്കിൽ നല്ല കാശ് കിട്ടും. ഇനി സാഹചര്യം കുറച്ച് ഇതുപോലെയൊക്കെ മോശമാണെന്നെങ്കിലും അങ്ങനെ വല്ലാണ്ട് നമ്മൾക്ക് നഷ്ടപ്പെടുത്തുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിൽ പാനിക്കായിട്ട് ഇരിക്കുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? അല്ല, പാനിക്കാകുന്നവർക്ക് പിന്നെ എപ്പോഴും അവർക്ക് ലൈഫിൽ മരിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ അവർക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. നമ്മൾ ഏത് സാഹചര്യത്തിൽ നേരിടുക എന്നുള്ളതാണ് ബിസിനസ്മാൻ്റെ ഒരു ഇത് വേണ്ടത്. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു കറക്റ്റ് നെറ്റ്വർക്ക്, അതുപോലെ തന്നെ എക്സാക്ട് നോളജ്, ടൈമിങ്, അതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ടൈം നോക്കിയിട്ട് ഇപ്പോഴത്തെ ടൈമിങ് ഒരുപാട് നമ്മൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഈ സമയം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് ബിസിനസ് ഉണ്ട്. അത് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളെന്താ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ ഇപ്പം പിന്നെ ഹോട്ടൽസൊക്കെ സ്റ്റേക്കേഷൻ അങ്ങനെയൊക്കെ പുറത്ത് അതൊക്കെ ഈ സമയത്ത് വന്നതാണ്. ഇതിന് മുന്നേ അത് സാധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ സമയം അതിൻ്റെ ഉപയോഗിച്ച് കാര്യങ്ങൾ മാറ്റി മാറ്റി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റും. ബിസിനസ്സിലെപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കണം ഇതൊക്കെ ഒരുപോലെ പോകില്ല ബിസിനസ്. അതെപ്പോൾ ഉണ്ടാവും. റീസൺ വ്യത്യസ്തമായിരിക്കും, പക്ഷേ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും എന്തായാലും. അപ്പൊ നമുക്ക് വീട് കാണാം. ഇതാണ് ഡൈനിങ് ഹാൾ അല്ലേ? ഇത്രയും വർഷത്തിനുള്ളിൽ ഇങ്ങനെ ടേബിൾ ടേൺ ആയി ഒരു ലൈഫ് ചേഞ്ചിങ് മൂവ്മെന്റ് വന്ന അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, വന്നത് മുതലേ ഒരു 3-4 വർഷം ജോലി ചെയ്തു. പിന്നെ അതിനുശേഷം ബിസിനസ് ആയിരുന്നു. എങ്ങനെയാണ് ആ ബിസിനസ്സിലോട്ടുള്ള ഒരു സ്വിച്ച് ഉണ്ടായത്? ബിസിനസ്സിൽ എൻ്റെ ഫാമിലി അങ്ങനെ അത് ഒരു ഹെൽപ്പായിരുന്നു. എൻ്റെ അങ്കിളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ, അവരൊക്കെ ബിസിനസ്സാറായിരുന്നു. അങ്ങനെ ഇപ്പോഴും ബിസിനസ്സിലോട്ട് വരണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നോ? ആ ബിസിനസ് താല്പര്യമായിരുന്നു. നമ്മുടെ ഫാദറും ഗ്രാൻഡ് ഫാദറൊക്കെ ബിസിനസ്സിലുള്ളതുകൊണ്ട് അപ്പം ബിസിനസ് അല്ല, ഫാമിലി ബിസിനസ് അല്ല, പക്ഷെ അവരൊക്കെ ബിസിനസ്സിലായിരുന്നു വ്യത്യസ്തമായ. അപ്പോൾ അത് താല്പര്യമുള്ള വിഷയമാണ് ചെറുപ്പത്തിലെ.
കണ്ടതിൽ ഒത്തിരി സന്തോഷം. ഇപ്പൊ നമ്മൾ ഹോം ടൂർ പരിപാടിക്കാണ് നടന്നുകൊണ്ടിരിക്കണേ. എന്ത് തോന്നുന്നു വീട് ഇങ്ങനെ കണ്ടിട്ട്? ഇങ്ങനെ ഒരു സ്വപ്നമൊക്കെ ഉണ്ടായിരുന്നോ? ഇപ്പൊ നമ്മളിത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത്. ഇവിടെ 4 ബെഡ്റൂം ഉണ്ട്. നമുക്ക് മാസ്റ്റർ ബെഡ്റൂം കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ബെഡ്റൂം ഒക്കെ കാണുകയാണല്ലോ. അപ്പൊ എനിക്ക് ചോദിക്കണമെന്ന് തോന്നിയൊരു പാർട്ട്ണർഷിപ്പ്, മാരേജ്, ഒരു സ്നേഹം എന്നുള്ളൊരു വാക്കൊക്കെ കേൾക്കുമ്പോൾ ആ ഒരു ഐഡിയോളജി ഒക്കെ ഇപ്പൊ മാറി വന്നിട്ടുണ്ട്. അതിനോടുള്ള ആ സ്നേഹം എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ അതിന്റെ അർത്ഥത്തിനോടൊരു ഇപ്പൊ ഒരു മീനിങ് ഉണ്ടാവും. പക്ഷെ ചെറുപ്പത്തിൽ വേറൊരു മീനിങ് ആയിരുന്നായിരിക്കും. എന്ത് തോന്നുന്നു ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ? ആ ഒരു ഐഡിയോളജിനെ പറ്റി എന്താ പറയാനുള്ളത്? അല്ല, സ്നേഹം എന്ന് പറയുന്നത് അത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ആക്ച്വലി. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ ആ രീതിയിൽ തന്നെ ജീവിച്ച് തീർക്കണം എന്ന് വിചാരിച്ചാൽ നടക്കൂല. അത് ലൈഫ് ലോങ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് സ്നേഹം. നമ്മൾ പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും അത് ഉൾക്കൊണ്ടും പോലാണ്. പിന്നെ ഭാര്യയും ഭർത്താവും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ജോഡിയാണ്, ഒരു പെയറാണ്. അത് രണ്ടും ഒരുപോലെ ഉണ്ടാവില്ല. ഒന്ന് ഇങ്ങോട്ടാണെങ്കിലും ഒന്ന് വലത്താന്ന്, ഒന്ന് ഇടത്താന്ന്. അതൊരു പെയറാണ്. ആ ഒരു കൺസെപ്റ്റ് തന്നെ പോകണം. അല്ലാതെ നമ്മൾ രണ്ടാളും ഒരുപോലെ ഉണ്ടാകണം എന്നെങ്കിലും എന്നെ പോലെ തന്നെ അവർ ഉണ്ടാകണം വിചാരിച്ചാൽ നടക്കൂല. അത് ഒരു പെയറാകുമ്പോൾ രണ്ട് സ്വഭാവമായിരിക്കും. ഹോം ടൂറിന്റെ നമ്മൾ കാണുന്ന വ്യൂവേഴ്സിന്റെ ഒരു മെസ്സേജ് എന്താണ് പറയാനുള്ളത്? പുതിയ കാലത്തിനനുസരിച്ച് പുതിയ കുട്ടികളോടൊക്കെ എല്ലാവർക്കും അറിയാം നമ്മളെക്കാൾ അവർ ബ്രില്യൻ്റ് ആണ്, നല്ല സ്മാർട്ടാണ്. എന്നാലും പറയുന്ന പുതിയ കാലത്തിനനുസരിച്ച് നമ്മളെപ്പോഴും മാറ്റം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക. എക്സ്പീരിയൻസ് ഒരു ആവശ്യമാണ്. എങ്കിൽ കൂടെ പുതിയ കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അതൊരു ബാരിയർ ആകരുത് ഒരിക്കലും. യങ് ജനറേഷൻ നമ്മളെ കാണുന്നവർക്ക് ഇന്ന് ഓൺടർപ്രണേഴ്സ് ആവാൻ താല്പര്യമുള്ള കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊരു ഗൈഡൻസ് ആയിട്ട് ഇത് തുടങ്ങാൻ എന്തൊക്കെ ചെയ്യണം, എത്ര ഇൻവെസ്റ്റ്മെന്റ് വേണം, ഒരു അഡ്വൈസ് കൊടുക്കാം. ദുബൈയിൽ എന്നല്ല, എവിടെയും ബിസിനസ് തുടങ്ങാൻ പൈസ മാത്രം പോരാ. പൈസ വേണം, എന്നാൽ പൈസ ഒരു പ്രധാന ഘടകമല്ല. റൈറ്റ് നെറ്റ്വർക്ക്, റൈറ്റ് നോളജ്, റൈറ്റ് ടൈമിങ്, അത് മൂന്നും നമ്മൾ കറക്റ്റാക്കി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ സക്സസ് ആകാൻ എളുപ്പമായിരിക്കും. ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്നത്തെ UAE ഇത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക. ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയ വിജയത്തിലെത്തിക്കും. റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം, റൈറ്റ് പീപ്പിൾ അല്ലേ? റൈറ്റ് പീപ്പിൾ ആൻഡ് റൈറ്റ് ടൈമിങ്, റൈറ്റ് നെറ്റ്വർക്ക്. അപ്പം പൈസ കൂടിയും വേണം. പിന്നെ നമ്മളുടെ ഇനീഷ്യൽ ടൈമിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈമാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അത് നമ്മൾ കുറേ ജോലിക്കാർ വെക്കും. അപ്പോൾ അവരുടെയും കൂടിയും ടൈം നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വെക്കാം. അങ്ങനെ മെല്ലെ മെല്ലെ കയറി വരുത്താൻ അത് പൈസ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആരുടെ കയ്യിൽ, പുതിയ പിള്ളേരുടെ കയ്യിൽ വലിയ കാശ് എടുത്തിട്ട് വന്നിട്ട് പൈസ ഉണ്ടാകാൻ കൊള്ളുന്നില്ല. ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രമില്ല ഒരു പൈസ ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാൽ ഒരു മിനിമം ക്യാപിറ്റൽ അവർ എത്ര കരുതേണ്ടി വരും? ഇറ്റ്സ് ഡിപ്പെൻഡ്. ഒരു ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, ഫിനാൻഷ്യലി, ഫിസിക്കലി, ഇൻ്റലക്ച്വലി ഒക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്ക് ഏറ്റവും നല്ലത് അവരുടെ ഇൻ്റലക്ച്വലി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ അവർക്ക് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അവർ പഠിച്ച അവരുടെ നോളജ്, അതൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. വെറും പൈസ മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ ബിസിനസ് ആയിക്കൊള്ളണം എന്നില്ല. എന്തായാലും മാക്സിമം സ്കിൽ ഉണ്ടാക്കിയെടുക്കുക. നോളജ് ഇപ്പം സുലഭമാണ്, എല്ലാവരുടെ കയ്യിലുണ്ട് നോളജ്. അപ്പോൾ ഒരു സ്കിൽ ഉണ്ടാക്കിയെടുക്കുക. ചെറുപ്പക്കാരോട് പറയാനുള്ളത് ബിസിനസ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടാക്കിയെടുക്കുക. ബാക്കി തന്നെ വന്നോളൂ. പിന്നെ ഡെഡിക്കേഷൻ. ഇത് അതായത് ബിസിനസ് എന്ന് പറയുമ്പം പലപ്പോഴും സാറ് പറഞ്ഞല്ലോ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കണമെന്നില്ല അല്ലേ? അങ്ങനെ സ്റ്റോപ്പ് ചെയ്യില്ല. ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതുമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകില്ല. അതുവഴി അപ്പോ ഡൗണോ വിഷമോ പ്രാരാബ്ദമോ അതൊക്കെ അതിൻ്റെ പാട്ടാണ്. അതൊക്കെ ഈ ബിസിനസ്സിൻ്റെ പാട്ടാണ്.
പിന്നെ ബാക്കോട്ട് തിരിഞ്ഞു പോകാൻ ഇതിൽ തിരിച്ചു വരാൻ കഴിയില്ല. ഇതിൽ പുറത്തേക്ക് പോകാൻ വിചാരിച്ചാൽ നടക്കൂല എന്നുള്ള നല്ല ബോധ്യത്തിൽ ബിസിനസ് വേണം തുടങ്ങാൻ. അപ്പോൾ 10 വയസ്സുള്ള ജമാൽ സാറിനെ ഇന്ന് സാർ കാണുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയും സാർ? 10 വയസ്സിലെ എന്നോട് ഇതല്ല, 10 വയസ്സിൽ ആരോട് പറയും വളരണ്ട, നിങ്ങൾ അവിടെ തന്നെ നിന്നോ. എന്താ വെച്ചാല് വലുതായി കഴിഞ്ഞാൽ ഒരുപാട് പ്രാരാബ്ദങ്ങളും വിഷമങ്ങളും അസുഖങ്ങളും ഒരുപാട് ലിമിറ്റേഷനും എന്തൊക്കെയോ പ്രയാസങ്ങളുണ്ട്. അപ്പൊ ആ പ്രായത്തിലുള്ളവരോട് അവിടെ നിൽക്കുന്ന നല്ലത്, ഏറ്റവും നല്ല സമയമാണ്. എൻജോയ്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒന്നുമില്ല. ഫ്രീ ബേർഡ് ആയിട്ട് അവർക്ക് ജീവിക്കാം. അത്ര തന്നെ. നന്നായി പഠിക്കുക. പിന്നെ സീരിയസ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ നന്നായി പഠിക്കുക. വിദ്യാഭ്യാസമാണ് എല്ലാറ്റിനേക്കാളും വലിയ ആ സ്വത്ത് അല്ലെങ്കിൽ മൂല്യമുള്ള സാധനം എന്ന് വലുതാകുമ്പോൾ മനസ്സിലാവും. അവിടെ നിന്നുള്ളൊരു ജേണി, അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ അന്ന് റിഫ്ലക്ട് ചെയ്യാൻ എന്തൊക്കെയായിരുന്നു ഒരു വലിയ മൈൽ സ്റ്റോൺസ്? എവിടുന്നാണ് ഉദ്ദേശിച്ചത്? ആ 10 വയസ്സിൽ നിന്ന് ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുമ്പോ ഒന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കുമ്പോ എന്തായിരുന്നു ആ ഒരു, എന്താ പറയാ, നമുക്ക് ഈ വെച്ചിട്ട് കേട്ടെന്ന് പറയില്ലേ, ആ സ്റ്റെപ്സ് എന്തൊക്കെയായിരുന്നു? അങ്ങനെ പർപ്പസ്ഫുള്ളി ആ ഒരു സ്റ്റെപ്പ് ഒന്നും എടുക്കില്ല. അത് ദൈവനിയോഗം. പിന്നെ അങ്ങനെ ദൈവനിയോഗം പോലെ വരില്ല. അത് പറയുമ്പോൾ എല്ലാവരും പറയും ഞാൻ എൻ്റെ സ്റ്റെപ്പ് കൊണ്ട് വളർന്നതാണ് ചെയ്തതാണെന്നൊക്കെ പറയുമെങ്കിലും അത് അങ്ങനെ ഒരു ഓർഗാനിക് അങ്ങനെ പോകുന്നത്. പർപ്പസ്ഫുള്ളി ഒന്നും ആരും ചെയ്യാറില്ല. ചെയ്ത് അവിടെ എത്തി റീച്ച് ആകുമ്പോൾ പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്തതാന്ന് പറയും. ഇനി 10 വർഷം ഇവിടുന്ന് കഴിഞ്ഞിട്ട് എന്താണ് ആഗ്രഹം? ഇനി അടുത്ത 10 വർഷത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? മരിക്കോളം ബിസിനസ് ചെയ്യണം തന്നെ ആഗ്രഹം. നല്ല ബിസിനസ്മാനായി തുടരണം. പിന്നെ നല്ല മനുഷ്യനായി ജീവിക്കണം എന്ന് ആഗ്രഹം. അത്ര തന്നെ. നമുക്ക് സിമ്പിളൊന്നും പറ്റില്ല. നമുക്ക് സിമ്പിളായിട്ടൊന്നും പറ്റില്ല. സിമ്പിളായിട്ട് തന്നെ ജീവിക്കണം. മറ്റാർക്കും ഒരു ഉപദ്രവമില്ലാത്ത രീതിയിൽ നമ്മുടേതായ ബിസിനസ്സും നമ്മുടേതായ മേഖലകളും ചെയ്തിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം. അപ്പോൾ താങ്ക് യു സോ മച്ച്.